അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി വസ്തുക്കൾക്ക് 25% തീരുവ ചുമത്തി ഇരട്ടി വെളുക്കുന്നതിന് മുമ്പ് അത് 50% ആക്കിയിരിക്കുകയാണ്. എന്താണ് ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള അന്താരാഷ്ട്ര കച്ചവട ചട്ടങ്ങളും പാലിക്കാതെ തീരുവ പല രാജ്യങ്ങളുടേതും ഉയർത്തുകയും അതുപോലെ തന്നെ ഇന്ത്യയുടെ സുഹൃത്ത് എന്ന് പറയുമ്പോഴും ഏറ്റവും ശത്രുതാപരമായ മനോഭാവത്തോടുകൂടി പെരുമാറുകയും ചെയ്യുന്നത് എന്നുള്ളതിന് പ്രധാനമായും 2 വശങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിലെ കാർഷിക മേഖലയിലേക്ക് അമേരിക്കൻ കുത്തകകൾ കണ്ണുവെച്ചിട്ട് വളരെ കാലമായി. അതായത് അവർക്ക് ആവശ്യമുള്ളത് ഇന്ത്യയിലെ കൃഷിഭൂമിയിൽ, കാരണം ഇന്ത്യ ലോകത്തിപ്പോഴും ജലലഭ്യതയിലൊക്കെ വളരെ മുന്നിലുള്ള രാജ്യമാണ്. അതുപോലെ ധാരാളം കൃഷിയോഗ്യമായ പ്രദേശങ്ങളും കൃഷിയിടങ്ങളും ഇന്ത്യയിലുണ്ട്. ഇവയെല്ലാം തന്നെ അമേരിക്കൻ കുത്തക കമ്പനികൾക്ക് കടന്നു കയറാനും അതുപോലെ തന്നെ അവരുടെ ഈ അന്തക വിത്തുകൾ വിതച്ച് അവർക്കുള്ള ലാഭം കൊയ്യുവാനുമുള്ള ഒരവസരത്തിന് വേണ്ടിയാണ് ഇപ്പോൾ അമേരിക്ക ഏറ്റവും ശക്തമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അവർക്കുണ്ടാവുന്ന ലാഭം ഇന്ത്യയിലെ വലിയ ശതമാനം മനുഷ്യരും അവരുടെ ജീവിതമാർഗം കണ്ടെത്തുന്ന കാർഷിക മേഖല പൂർണ്ണമായും നശിപ്പിച്ചിട്ട് കുറച്ച് വർഷങ്ങളിലേക്ക് അവരുടെ അന്തവിത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലെ കൃഷിയിടങ്ങൾ തരിശു നിലങ്ങളായി മാറും. ആ ഒരു കാലത്തിനുള്ളിൽ ആ അമേരിക്കൻ കമ്പനികൾ അവരുണ്ടാക്കിയ ലാഭവുമായിട്ട് തിരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ഇന്ത്യയിലെ കാർഷിക മേഖല ഒന്ന്, ഭക്ഷ്യോൽപാദന മേഖലയെ കൂടാതെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇവിടെ, ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിപണനം ചെയ്യാനുള്ള ഉദ്ദേശം, ഇതാണ് ഒരു വശം. അപ്പോൾ അതിനുവേണ്ടി എത്രത്തോളം ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളതാണ് ഈ താരിഫ് വർധനയുടെ ഒരു ലക്ഷ്യം. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഈ രീതിയിൽ ടാക്സ് വർദ്ധിപ്പിക്കുന്നതിലൂടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ വിറ്റഴിക്കുന്നത് കുറച്ചു കൊണ്ടുവരിക, അതിലൂടെ ഇറക്കുമതിയിലുള്ള കമ്മി ഇല്ലാതാക്കുക, ആ രണ്ടാമത്തെ ഉദ്ദേശമുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിലാണ് ഇത് ബാധിക്കാൻ പോകുന്നത്? ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു, അതുകൊണ്ട് അതാണ് ഞങ്ങൾ ഈ കാര്യം ഇങ്ങനൊരു തീരുവ വർദ്ധിപ്പിക്കുന്നത് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്. അപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ടെങ്കിൽ റഷ്യയിൽ നിന്ന് തന്നെയാണ് അമേരിക്ക യുറേനിയം വാങ്ങുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞു അതെനിക്കറിയാൻ പാടില്ലെന്ന് പറഞ്ഞു. റഷ്യയിൽ നിന്നാണ് അമേരിക്ക വളം വാങ്ങുന്നത്, അതും ട്രംപിന് അറിയാൻ പാടില്ല. പകരം ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നു. ലോകത്തിലുള്ള ഏതൊരു പരമാധികാര രാജ്യത്തിനും അവരുടേതായ നയതന്ത്ര വാണിജ്യ ബന്ധങ്ങൾ മറ്റൊരു പരമാധികാര രാഷ്ട്രവുമായിട്ട് സ്ഥാപിക്കുന്നതിനെ തടയാൻ എന്താണ് ട്രംപിന് അവകാശം? ട്രംപിൻ്റെ ഉത്തരവനുസരിച്ചാണോ ഇന്ത്യ എന്ന് പറഞ്ഞ പരമാധികാര രാഷ്ട്രം പ്രവർത്തിക്കേണ്ടത്? ലോകത്തിലുള്ള എല്ലാ വിഷയങ്ങളിലും ട്രംപ് അങ്ങനെ ഇടപെടുകയാണ്. അതേസമയം തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ സുഹൃത്തെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് 50% ചുങ്കം ചുമത്തുമ്പോൾ ഈ പറയുന്ന റഷ്യയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് 10% അവിടെ നികുതിയുള്ളൂ. അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും അതുപോലെ 20%, 30% ഒക്കെ നികുതിയുള്ളൂ. ഇന്ത്യയുടെ വ്യാപാര പങ്കാളി, ഇന്ത്യയുടെ സുഹൃത്ത് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് ഈ 50% തീരുവ വാങ്ങുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലെ കാർഷിക രംഗം അമേരിക്കൻ കുത്തകകൾക്ക് തുറന്നു കൊടുക്കാനുള്ള ഒരു വലിയ ഭീഷണിയാണ്. ഈ ഭീഷണിക്ക് ഇന്ത്യ വഴങ്ങുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്ത്യയിലെ കർഷകർ ഉറ്റുനോക്കുന്ന കാര്യം. കാരണം ഇന്ത്യയിലെ ജനങ്ങൾ ഇന്നും 85% പേരും അസംഘടിതമായ കാർഷിക മേഖലയെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. പൂർണ്ണമായി അവരുടെ വരുമാനവും അവരുടെ ജീവിതോപാധി തന്നെയും പൂർണ്ണമായി എടുത്തു മാറ്റിക്കൊണ്ടാണ്
അമേരിക്കൻ കമ്പനികൾ ഈ ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഈ ആവശ്യം അംഗീകരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്, നമ്മൾ ഇന്ന് ഉത്തരേന്ത്യയിലൊക്കെയുള്ള വിശാലമായ എല്ലാ പാടങ്ങളും, അനേകം ഗ്രാമങ്ങളിലെ അനേക കോടി ഗ്രാമീണർ അവരുടെ സ്വന്തമായി കൃഷി ചെയ്യുന്ന ഭൂമി മുഴുവൻ അവർ പാട്ടത്തിനെടുക്കുകയും അവർ യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് അത് കൃഷി ചെയ്യുകയും ആ ലാഭം മുഴുവനായിട്ട് അവർ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ ഈ ജീവിതമാർഗം നഷ്ടപ്പെടുന്ന ശതകോടികളുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പോകുന്നത്, എങ്ങനെയാണ് അവർ ജീവിക്കാൻ പോകുന്നത്? ഇതാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം. ഇന്ത്യയുടെ ജനതയുടെ പൂർണ്ണമായുള്ള സാമ്പത്തിക സ്വാശ്രയത്വം നശിപ്പിച്ചുകൊണ്ടാണ് ഈ ആവശ്യം അമേരിക്ക ഉന്നയിക്കുന്നത്. അപ്പോൾ ഇത് ഒരു തരത്തിലും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. അതേസമയം നമ്മളിപ്പോൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന വസ്തുക്കൾ പ്രധാനമായിട്ട് ടെക്സ്റ്റൈൽസാണ് നമ്മൾ കയറ്റുന്നത്. കോട്ടൺ ടെക്സ്റ്റൈൽസ്, അതുപോലെ പരവതാനികൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കയറ്റുമതി ചെയ്യുന്നത്. പിന്നീടുള്ളത് സമുദ്രോൽപ്പന്നങ്ങളാണ്, പ്രധാനമായിട്ട് ചെമ്മീനടക്കമുള്ള സമുദ്രോൽപ്പന്നങ്ങൾ. സമുദ്രോൽപ്പന്നങ്ങൾ വാങ്ങുന്നില്ല, കാരണം കടലിൽ നിന്ന് പിടിച്ചിട്ടുള്ള ചെമ്മീൻ അവർ വാങ്ങുന്നില്ല. പകരം നമ്മൾ ആന്ധ്രയിലും അതുപോലെ തമിഴ്നാട്ടിലുമൊക്കെ തന്നെ കേരളത്തിലൊക്കെ തന്നെ ധാരാളം ഫിഷ് ഫാമിംഗ് സെൻറ്റേഴ്സ് നമ്മൾ ഉണ്ട്. അതിലുണ്ടാക്കുന്ന ഈ ചെമ്മീനും മറ്റുമാണ് നമ്മൾ കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ ആ കയറ്റുമതിയാണിത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും കയറ്റുമതിയെ ബാധിക്കുമ്പോൾ, ചുങ്കം കൂട്ടുമ്പോൾ, യഥാർത്ഥത്തിൽ മറ്റൊരു വസ്തു കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഇറക്കുമതി ചുങ്കം കൂടുമ്പോൾ, ഇപ്പോൾ മത്സ്യത്തിൻ്റെ ഇറക്കുമതി ചുങ്കം അവിടെ കൂട്ടുന്ന സമയത്ത് അതനുസരിച്ചിട്ട് അമേരിക്കയിലെ ആഭ്യന്തര വിപണിയിൽ ഇതിൻ്റെ എല്ലാം വില ഇതുപോലെ തന്നെ 50% വർദ്ധിക്കും. 50% വർദ്ധിക്കുമ്പോൾ അമേരിക്കയിലെ റെസ്റ്റോറൻറ്റുകളിൽ വിളമ്പുന്ന ചെമ്മീൻ കറിയുടെ വില ഇരട്ടിയാവും. അതുപോലെ തന്നെ അവിടെ വിറ്റഴിക്കപ്പെടുന്ന തുണിത്തരങ്ങളുടെ വില ഇരട്ടിയാവും. അപ്പോൾ മറ്റ് രാജ്യങ്ങളിലെ ഇറക്കുമതിക്ക് വലിയ തോതിൽ ചുങ്കം ഏർപ്പെടുത്തുമ്പോൾ സ്വന്തം ആഭ്യന്തര വിപണിയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം ട്രംപ് തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പോൾ മറ്റൊരു കാര്യം, ഇതിനെല്ലാം തന്നെ അപ്പോൾ അവർ പുതിയ രാജ്യങ്ങളിൽ നിന്ന് അവർ ഇറക്കുമതി നടത്തുമെന്നുള്ളതാണ് മറ്റൊരു ഭീഷണി. ആ രീതിയിൽ വരുമ്പോഴും ഇപ്പോൾ സമുദ്രോൽപ്പന്നങ്ങളൊന്നും ഇത്രത്തോളം കയറ്റുമതി ചെയ്യാൻ, മറ്റ് ഇന്ത്യയുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ മാത്രമുള്ള അത്രയും വലിയ കയറ്റുമതി ഒരൊറ്റ ദിവസം കൊണ്ട് ആർക്കും ഉണ്ടാക്കാൻ സാധ്യമല്ല. സ്വാഭാവികമായും അമേരിക്കയുടെ ആഭ്യന്തര വിപണിയിൽ ഈ ഉൽപ്പന്നങ്ങൾക്ക്, അത് തുണിത്തരങ്ങൾക്കായാലും പരവതാനിക്കായാലും അതുപോലെ തന്നെ മത്സ്യവിഭവങ്ങൾക്കായാലും അവിടെ വില ഉയരുക തന്നെ ചെയ്യും. ആ വില ഉയരുന്നതോട് കൂടിയിട്ട് സ്വാഭാവികമായിട്ടും അമേരിക്കയിലെ ജനങ്ങൾ ആ ഗവൺമെൻറ്റിന് എതിരാവും. ഇതൊക്കെ വലിയ വിഷയങ്ങളാണ്. ഇത്തരം വിഷയങ്ങളൊന്നും തന്നെ ആലോചിക്കാതെയാണ് ഈ ട്രംപിൻ്റെ പല നയ സമീപനങ്ങളും വരുന്നത്. ഇപ്പോൾ ഇത് ഉടനടി കൂട്ടുന്നില്ല, അതിന് കുറച്ച് ദിവസങ്ങൾ തന്നിട്ടുണ്ട്. ആ ദിവസങ്ങൾക്കുള്ളിൽ ട്രംപ് ആഗ്രഹിക്കുന്നത് അമേരിക്ക ഉദ്ദേശിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു വ്യാപാര കരാർ, അതും കാർഷിക മേഖലയിൽ ഇന്ത്യയുമായിട്ട് ഒപ്പുവെക്കുക എന്നുള്ളതാണ്. ഇത് നടത്തി കൊടുക്കണമോ വേണ്ടിയോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ ചോദ്യം. ഈ ഭീഷണികൾക്ക് വഴങ്ങിക്കൊണ്ട് നമ്മുടെ രാജ്യം ഇത്തരത്തിലുള്ള അമേരിക്ക അടിച്ചേൽപ്പിക്കാൻ പോകുന്ന കാർഷിക കരാറുകൾക്ക് വിധേയമാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ സൃഷ്ടിക്കുന്ന സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതം അങ്ങേയറ്റം വലുതായിരിക്കും. അത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിന് താങ്ങാനാവുമോ എന്നുള്ളത് ആണ് ഏറ്റവും വലിയ ചോദ്യം. അതിനാൽ തന്നെ ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്, ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാരം അത് രണ്ട് രാജ്യങ്ങളുടെ ഉഭയകക്ഷി വിഷയമാണ്. അതിൽ മറ്റൊരു രാജ്യത്തിന് ഇടപെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ട്രംപ് തീരുമാനിച്ചിരിക്കുന്നത് യാതൊരു യുക്തിക്ക് നിരക്കാത്തതും അതുപോലെ തന്നെ അത് തികഞ്ഞ അനീതിയാണെന്നും ഇന്ത്യ അഭിപ്രായപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എപ്പോഴും ഇത്തരം കുത്തക രാജ്യങ്ങളുടെ വിപണിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ
ആവില്ല എന്നുള്ളത് ആദ്യമായിട്ട് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ഒരു രാജ്യം എന്ന നിലയിൽ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ആഭ്യന്തര വിപണി വളരെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ആഭ്യന്തര വിപണിയിൽ ഈ വസ്തുക്കൾ വിറ്റഴിക്കാനായാൽ ഒരിക്കലും നമുക്ക് മറ്റൊരു രാജ്യത്തിൻ്റെ ദയക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ടതായിട്ടില്ല. അതുപോലെ തന്നെ ഇതിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്കുള്ള നമ്മുടെ വിപണി സാധ്യതകൾ കൂടുതൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ, അതുപോലെ തന്നെ റഷ്യ, ചൈന, പിന്നെ മറ്റു ഏഷ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഇവിടങ്ങളിലേക്കെല്ലാമുള്ള നമ്മുടെ കയറ്റുമതി സാധ്യതകളും വ്യാപാര സാധ്യതകളും കൂടുതലായി നമ്മൾ പരിശോധിക്കാറുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു വലിയ തുടക്കം നമ്മൾ കുറിച്ചിട്ടുണ്ട്, അതായത് ബ്രിക്സ് എന്ന സംയുക്ത സമിതി. ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള കച്ചവട ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുക, അതുപോലെ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക. ഇതിലൂടെയൊക്കെ മാത്രമേ നമുക്ക് ഈ അമേരിക്കൻ ഭീഷണിയെ പൂർണ്ണമായും ചെറുത്ത് തോൽപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഇപ്പോൾ കൃത്യമായി അനലൈസ് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ കൂടി അമേരിക്കക്ക് തന്നെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ മുകളിൽ ഇപ്പോൾ ട്രംപ് നടത്തുന്ന ഇത്തരം ഏകപക്ഷീയമായ തീരുവ പ്രഖ്യാപനങ്ങളും പോർവിളികളും എല്ലാം തന്നെ അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥയുടെ മുകളിൽ വലിയ സമ്മർദ്ദമാണ് ഏൽപ്പിക്കുന്നത്. ഇതിപ്പോൾ ഇന്ത്യയിലെ ഒരു കമ്പനി മാത്രമല്ല, ഇന്ത്യയുടെ കമ്പനിയുടെ പാർട്ട്ണറായിട്ടുള്ള അമേരിക്കൻ കമ്പനിയുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് ചെമ്മീൻ കയറ്റുന്നത് നമ്മൾ ഇവിടെ നിന്നുള്ള ഇന്ത്യൻ കമ്പനി കയറ്റുമ്പോൾ അതിനവിടെ ഒരു പാർട്ട്ണറുണ്ട്. അവരുടെ ബിസിനസ്സിനെ ഇത് ബാധിക്കും. അവർക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് പകരം മലേഷ്യയിൽ നിന്ന് ചെമ്മീൻ ഇറക്കുമതി ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനത്തിന് ഇത്രയും വലിയ തീരുവ വരുമ്പോൾ അവിടെ അവർക്ക് മാർക്കറ്റിൽ അത് വിറ്റഴിക്കാൻ സാധിക്കില്ല. ഇത്തരത്തിൽ സങ്കീർണമായിട്ടുള്ള വ്യാപാര പ്രശ്നങ്ങളാണ് ട്രംപിൻ്റെ ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ നടപടികളിൽ നിന്ന് ഉണ്ടാവുന്നത്. ഡൊണാൾഡ് ട്രംപ് എന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരന് മനസ്സിലാവാത്ത കാര്യങ്ങളാണ് ഈ സങ്കീർണമായ സാമ്പത്തിക ബന്ധങ്ങളും അതുപോലെ കച്ചവട ബന്ധങ്ങളും. അപ്പോൾ ഈ ഭീഷണിയിൽ നമ്മൾ ഒരു കാരണവശാലും വഴങ്ങാതിരിക്കുകയും നമ്മുടേതായ പാത തുറക്കുകയും ചെയ്താൽ പിന്നീടുള്ള മുന്നേറ്റത്തിൽ നമ്മുടെ രാജ്യത്തിന് അത് വലിയ മുതൽക്കൂട്ടായിത്തീരും. ഇത്തരം സാധ്യതകൾ മുന്നോട്ട് കണ്ടുകൊണ്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള വ്യാപാര നയം ഉറപ്പിച്ച് നമ്മൾ തീരുമാനിക്കണം. നമ്മൾ ഉറപ്പിച്ച് തീരുമാനിക്കേണ്ട ഈ ഭീഷണിക്ക് വഴങ്ങില്ല എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അവസരമാണ് ഇത്. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള സിനിമ കിരീടത്തിലെ കീരിക്കാടൻ ജോസിനെ പോലെ കവലയിൽ നിന്ന് പുലമ്പിക്കൊണ്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. സേതുമാധവൻ എത്ര കാലം ഈ കീരിക്കാടൻ ജോസിനെ ഭയന്നിരിക്കും എന്നാണ് അമേരിക്ക പ്രതീക്ഷിക്കുന്നത്. ഒരു ദിവസം തീർച്ചയായും സേതുമാധവൻ രംഗത്തിറങ്ങുക തന്നെ ചെയ്യും. ആ ദിവസം വരെയാണ് കീരിക്കാടൻ്റെ പ്രതാപ കാലം.